നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബംഗാളിൽ തിരഞ്ഞെടുപ്പ് ജയിക്കുക എന്നത് തൃണമൂൽ കോൺഗ്രസിന് അത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ല. കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഗംഭീര വിജയമാണ് തൃണമൂൽ കോൺഗ്രസ് നേടിയെടുത്തത്. എന്നാൽ ഈ ഇക്വേഷൻ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ചുകൊണ്ട് സംഘപരിവാർ തേരോട്ടം അവസാനിപ്പിക്കാനുള്ള ആഹ്വാനത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് മമതാ ബാനർജി. ഇന്ത്യ മുന്നണിയിൽ നിന്നുകൊണ്ട് തന്നെ മമതാ ബാനർജി ആ ഒരു ധീരമായ തീരുമാനമെടുക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസും പഴയതുപോലെ സഖ്യം ചേരുന്നു. അത് ബംഗാളിൽ BJPയുടെ ഒരു MLA പോലും ഉണ്ടാകരുത് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. 294 സീറ്റിലും തൃണമൂൽ കോൺഗ്രസ് സഖ്യം ജയിക്കേണ്ടതിൻ്റെ അനിവാര്യത ഉയർത്തിക്കാണിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 215 സീറ്റുകളാണ് തൃണമൂൽ കോൺഗ്രസ് നേടിയെടുത്തത്. 294 സീറ്റുകളിൽ BJP 75ഓളം സീറ്റുകൾ നേടിയെടുത്തു. ആ 75നെ സമ്പൂജ്യമാക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് കോൺഗ്രസുമായി കൈകോർത്തുകൊണ്ട് എടുക്കാൻ പോകുന്നത്. അതായത് തൃണമൂൽ കോൺഗ്രസിന് സീറ്റുകൾ വിട്ടുകൊടുക്കും. കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും മുഴുവൻ സീറ്റുകളും തൂത്തുവാരാനുള്ള നയവുമായി എത്തുകയാണ്. ബംഗാളിൽ BJPയുടെ ഒരു നടപടിയും അവിടെ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്ന് മമത ആഹ്വാനം ചെയ്തിരിക്കുന്നു. അസാമിലും ഇപ്പോൾ ഗൗരവ് ഗൊഗോയ് പറഞ്ഞിരിക്കുന്ന അതേ ലക്ഷ്യമാണ്. വളരെ വൈകാതെ ഹിമന്ത ബിശ്വാസിന് അധികാരം നഷ്ടമാകും. അതോടെ അദ്ദേഹം ആ സംസ്ഥാനം തന്നെ വിടും എന്നാണ് ഇപ്പോൾ ഗൗരവ് ഗൊഗോയ് പറയുന്നത്. അസാമിലും ബംഗാളിലും 2026 ഏപ്രിൽ മാസമാണ് തെരഞ്ഞെടുപ്പ്. കേരളവും തമിഴ്നാടും പുതുച്ചേരിയും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന അതേ ഘട്ടത്തിലാണ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ. വളരെയധികം പെക്യൂലിയറായിട്ടുള്ള സവിശേഷതകളുള്ള 2 സംസ്ഥാനമാണ് ബംഗാളും അസാമും. വളരെയധികം ന്യൂനപക്ഷ വിഭാഗം ശക്തമായി തിങ്ങിപ്പാർക്കുന്ന 2 സംസ്ഥാനങ്ങൾ. അവിടെയാണ് BJP കലാപാഹ്വാനം നടത്താൻ വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തി വരുന്നതെന്ന് മമതാ ബാനർജി പറയുകയാണ്. മമത ഗൗരവ് ഗൊഗോയുമായി കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രീയ വിശദീകരണം നടത്താനിരിക്കുകയാണ്. ലോക്സഭയിലെ പ്രതിപക്ഷ ഉപനേതാവാണ് ഗൗരവ് ഗൊഗോയ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുമ്പോൾ വളരെ വൈകാതെ തന്നെ BJPയുടെ കയ്യിൽ നിന്നും അസാം എന്നേക്കുമായി നഷ്ടപ്പെടും എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം BJPക്കുള്ളിൽ തന്നെ ഹിമന്തിനെ ആട്ടി പുറത്താക്കാനാണ് പലരുടെയും ആഗ്രഹം. അത് യാഥാർത്ഥ്യമായാൽ BJP തകർന്ന് വെണ്ണീറാകും. അസാം BJPക്ക് കിട്ടാക്കനിയായി മാറുന്ന കാലം വിദൂരമല്ല എന്ന് ഗൗരവ് ഗൊഗോയ് ഉറപ്പിച്ച് പറയുന്നു. തൻ്റെ പിതാവിനെ കൂടെ നിന്ന് എല്ലാ നേട്ടങ്ങളും നേടി വഞ്ചിച്ച ഹിമന്തിനെ പഞ്ഞിക്കിടാൻ കിട്ടിയ അവസരമാണ്, വെറുതെ വിടരുതെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഗൗരവ് ഗൊഗോയ്.